ഓം ശാന്തി. പ്രഭാതമുരളി 8/9/21. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, തന്നേക്കാൾ മുതിർന്നവരോട് റിഗാർഡ് വെക്കണം. ഇതും ദൈവിക ഗുണമാണ്. ആരാണോ സമർത്ഥരും നന്നായി മനസ്സിലാക്കിച്ചു കൊടുക്കുന്നവരും അവരെ ഫോളോ ചെയ്യണം. ചോദ്യം: സത്യയുഗത്തിൽ ഭക്തിയുടെ ഒരു ആചാരരീതികളും ഉണ്ടായിരിക്കുന്നില്ല. എന്തുകൊണ്ട്? ഉത്തരം: കാരണം ജ്ഞാനത്തിൻ്റെ സാഗരമായ ബാബ ജ്ഞാനം നൽകി സദ്ഗതിയിലേക്ക് അയക്കുന്നു. ഭക്തിയുടെ ഫലം ലഭിക്കുന്നു. ജ്ഞാനം ലഭിക്കുന്നതിലൂടെ ഭക്തിയുമായി ഡിവോഴ്സ് ഉണ്ടാകുന്നത് പോലെയാണ്. ജ്ഞാനത്തിൻ്റെ തന്നെ പ്രാപ്തിയുടെ സമയമായിരിക്കെ ഭക്തി, തപം, ദാനം, പുണ്യം ഇവ ചെയ്യുന്നതിൻ്റെ ആവശ്യമെന്താണ്? അവിടെ ഈ യാതൊരു ആചാരങ്ങളും ഉണ്ടായിരിക്കുന്നില്ല. ഓം ശാന്തി. പതീത പാവനായ ശിവഭഗവാൻ വാച. ഇപ്പോൾ ബാബയിരുന്ന് കുട്ടികളെ ജ്ഞാനം കേൾപ്പിക്കുന്നു. കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തന്നു, എപ്പോഴാണോ ഞാൻ ഇവിടെ വരുന്നത് അപ്പോൾ പതീതരെ പാവനമാക്കുന്നതിനായി ജ്ഞാനം കേൾപ്പിക്കുന്നു. മറ്റാർക്കും ഈ ജ്ഞാനം പഠിപ്പിക്കാൻ സാധിക്കില്ല. അവരും ഭക്തി തന്നെയാണ് പഠിപ്പിക്കുന്നത്. ജ്ഞാനം കേവലം കുട്ടികളായ നിങ്ങൾ തന്നെയാണ് പഠിക്കുന്നത്. നിങ്ങൾ സ്വയം ബ്രഹ്മകുമാർ കുമാരിമാരായി മനസ്സിലാക്കുന്നു. ദിൽവാല ക്ഷേത്രം നിങ്ങളുടെ മുന്നിലുണ്ട്. അവിടെയും രാജയോഗത്തിൻ്റെ തപസ്യയിലിരിക്കുന്നു. ജഗദംബയുമുണ്ട്, പ്രജാപിതാവുമുണ്ട്, കുമാരി, കന്യ, അദർ കുമാരിയുമുണ്ട്. ബാബ രാജയോഗം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. മുകളിൽ രാജധാനിയുടെ ചിത്രവുമുണ്ട്. ബാബ ഭക്തിയൊന്നും പഠിപ്പിക്കുന്നില്ല. ആരാണോ പഠിപ്പിച്ച ശേഷം പോയത് ആ ഒന്നിൻ്റെ ഭക്തിയാണ് ചെയ്യുന്നത്. എന്നാൽ ആരാണ് രാജയോഗം പഠിപ്പിച്ച് രാജധാനി സ്ഥാപിച്ചിട്ട് പോയത് എന്നത് അവർക്കും അറിയില്ല. കുട്ടികളായ നിങ്ങൾ ഇപ്പോൾ അറിയുന്നുണ്ട്, ഭക്തി വേറെ കാര്യമാണ്, ജ്ഞാനം വേറെ കാര്യമാണ്. ജ്ഞാനം കേൾപ്പിക്കുന്നവൻ തന്നെ ഒന്നാണ്, മറ്റാർക്കും തന്നെ കേൾപ്പിക്കാൻ സാധിക്കില്ല. ജ്ഞാനത്തിൻ്റെ സാഗരം ഒരേ ഒരാളാണ്. ആ ഒന്ന് വന്ന് ജ്ഞാനത്തിലൂടെ പതീതരെ പാവനമാക്കി മാറ്റുന്നു. മറ്റേതെല്ലാം സത്സംഗങ്ങളുണ്ടോ അതിൽ ആർക്കും ജ്ഞാനം പഠിപ്പിക്കാൻ സാധിക്കില്ല. സ്വയം ശ്രീ ശ്രീ 108 സദ്ഗുരു എന്നും ഭഗവാൻ എന്നും പറയുന്നു. പക്ഷേ ഞാൻ സർവരുടെയും പരംപിതാവായ ജ്ഞാനസാഗരമാണ് എന്നാർക്കും പറയാൻ സാധിക്കില്ല. അവരെ പരംപിതാവെന്ന് പറയുന്നതേയില്ല. പരംപിതാവ് പതീത പാവനാണ് എന്നറിയുന്നുണ്ട്. ഈ പോയിന്റ് ബുദ്ധിയിൽ നല്ല രീതിയിൽ വെക്കേണ്ടതുണ്ട്. മനുഷ്യർ പറയുന്നു, ഈ ബ്രഹ്മകുമാരിമാർ ഭക്തിക്ക് ഡിവോഴ്സ് നൽകുന്നു എന്ന്. എന്നാൽ എപ്പോഴാണോ ജ്ഞാനം ലഭിക്കുന്നത് അപ്പോൾ ഭക്തിക്ക് ഡിവോഴ്സ് കൊടുക്കുക തന്നെ വേണം. എപ്പോഴാണോ ഭക്തിയിൽ പോകുന്നത് ആ സമയം നമ്മൾ ജ്ഞാനത്തിന് ഡിവോഴ്സ് ചെയ്യുന്നു എന്നല്ല. അങ്ങനെയല്ല. അതാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി രാവണ രാജ്യത്തിലേക്ക് വന്നു പോകുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് അറിവ് ലഭിച്ചു. ബാബ നമ്മളെ രാജയോഗം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. രാജയോഗത്തിൻ്റെ ജ്ഞാനമാണ്. ഇതിനെ ഭക്തി എന്ന് പറയില്ല. ഭഗവാൻ ജ്ഞാനത്തിൻ്റെ സാഗരമാണ്. ആ ഒന്ന് ഒരിക്കലും ഭക്തി പഠിപ്പിക്കില്ല. ഭക്തിയുടെ ഫലം തന്നെ ജ്ഞാനമാണ്. ജ്ഞാനത്തിലൂടെ ഉണ്ടാകുന്നതാണ് സദ്ഗതി. കലിയുഗത്തിൻ്റെ അന്തിമത്തിൽ എല്ലാവരും ദുഃഖിതരാണ്. അതിനാൽ ഈ പഴയ ലോകത്തെ ദുഃഖധാമം എന്ന് പറയുന്നു. ഈ കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ബാബ വന്നിരിക്കുകയാണ് ഭക്തിയുടെ ഫലം, അതായത് സദ്ഗതി നൽകുന്നതിനായി. രാജയോഗം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് പഴയ ലോകം. ഇതിൻ്റെ വിനാശം ഉണ്ടാകേണ്ടതുണ്ട്. നമുക്ക് രാജധാനി വേണം പുതിയ ലോകത്തിൽ.
ഇത് രാജയോഗത്തിൻ്റെ ജ്ഞാനമാണ്. ജ്ഞാനം പഠിപ്പിക്കുന്നവൻ ഒരേ ഒരു പരംപിത പരമാത്മാ ശിവനാണ്. ആ ഒന്നിനെ തന്നെയാണ് ജ്ഞാനസാഗരം എന്ന് പറയുന്നത്, കൃഷ്ണനെ അല്ല. കൃഷ്ണൻ്റെ മഹിമ തന്നെ വേറെയാണ്. തീർച്ചയായും കഴിഞ്ഞ ജന്മത്തിൽ പ്രിൻസ് ആകും വിധത്തിലുള്ള കർമ്മം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ രാജയോഗത്തിൻ്റെ ജ്ഞാനമെടുത്ത് പുതിയ ലോകത്തിൽ സ്വർഗത്തിൻ്റെ പ്രിൻസസ് ആകും. സ്വർഗത്തെ സദ്ഗതിയെന്നും നരകത്തെ ദുർഗതിയെന്നും പറയുന്നു. നമ്മൾ സ്വയം തനിക്കു വേണ്ടി രാജ്യം സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നു. ബാക്കി ആരാണോ ഈ ജ്ഞാനം എടുക്കാത്തത്, പാവനമാകാത്തത്, അവർ രാജധാനിയിലേക്ക് വരില്ല. കാരണം സത്യയുഗത്തിൽ വളരെ കുറച്ചു പേരാണ് ഉണ്ടായിരിക്കുക. കലിയുഗ അന്ത്യത്തിൽ ഇത്രയും അനേകം മനുഷ്യരുണ്ട്. അവർ തീർച്ചയായും മുക്തിധാമത്തിലായിരിക്കും. മറഞ്ഞു പോകുന്നില്ല. എല്ലാവരും വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്നു. ഇപ്പോഴാണെങ്കിൽ കുട്ടികൾക്ക് വീട് ഓർമ്മയുണ്ടായിരിക്കുന്നു. ഇപ്പോൾ 84 ജന്മങ്ങളുടെ ചക്രം പൂർത്തിയാകുന്നു. നാടകം പൂർത്തിയാകുന്നു. അനേകം തവണ ചക്രം കറങ്ങി. ഇത് ബ്രാഹ്മണ കുട്ടികളായ നിങ്ങൾ മാത്രമേ അറിയുന്നുള്ളൂ. ബ്രാഹ്മണർ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. 16,108 മാലയുണ്ട്. സത്യയുഗത്തിലാണെങ്കിൽ വളരെ പേർ ഉണ്ടായിരിക്കില്ല. സത്യയുഗത്തിൻ്റെ മോഡൽ രൂപവും കാണിക്കുന്നുണ്ടല്ലോ. വലിയ വസ്തുവിൻ്റെ മോഡൽ ചെറുതായിരിക്കും. സ്വർണത്തിൻ്റെ ദ്വാരക കാണിക്കുന്നത് പോലെ. ദ്വാരകയിൽ കൃഷ്ണൻ്റെ രാജ്യമായിരുന്നു എന്ന് പറയുന്നു. ഇപ്പോൾ ദ്വാരക എന്ന് പറയുമോ ഡൽഹി എന്ന് പറയുമോ? യമുനയുടെ തീരം ഈ ഡൽഹിയിലാണ്. അവിടെയാണെങ്കിൽ സാഗരമുണ്ട്. ഇത് കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട്. യമുനയുടെ തീരത്തായിരുന്നു ക്യാപിറ്റൽ. ദ്വാരക ക്യാപിറ്റൽ അല്ല. ഡൽഹി പ്രസിദ്ധമാണ്. യമുന നദിയും വേണ്ടതാണ്. യമുനയ്ക്ക് മഹിമയുണ്ട്. ദേവസ്ഥാനം എന്ന് ഡൽഹിയെ തന്നെയാണ് പറയുന്നത്. വലിയ സിംഹാസനം ഡൽഹി തന്നെയായിരിക്കും. ഇപ്പോഴാണെങ്കിൽ കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട്, ഭക്തിമാർഗം സമാപ്തമായി ജ്ഞാനമാർഗം ഉണ്ടാകുന്നു. ഈ ദൈവിക രാജധാനി സ്ഥാപിതമായിക്കൊണ്ടിരിക്കുന്നു. ബാബു പറയുന്നു, മുന്നോട്ട് പോകവേ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാകും. ആരാരെല്ലാം എത്ര പാസ്സാകും. സ്കൂളിലും അറിയാൻ കഴിയുന്നു ഇന്നയാൾ ഇത്ര നമ്പറിൽ പാസ്സായി എന്ന്. ഇപ്പോൾ അടുത്ത ക്ലാസ്സിലേക്ക് പോകുന്നു. അവസാന സമയത്ത് കൂടുതൽ അറിയാൻ കഴിയും ആരെല്ലാമാണ് പാസ്സാകുന്നത്. പിന്നെ ട്രാൻസ്ഫർ ആകും. ക്ലാസ് വലുതാണല്ലോ, പരിധിയില്ലാത്ത ക്ലാസ്സാണ്. സെൻറ്റേഴ്സ് ദിനം പ്രതിദിനം വർദ്ധിച്ചു കൊണ്ടിരിക്കും. ചിലർ വന്ന് 7 ദിവസത്തെ കോഴ്സ് നല്ല രീതിയിൽ എടുക്കും. 1-2 ദിവസത്തെ കോഴ്സും നിസ്സാരമല്ല. കാണുന്നുണ്ട്, കലിയുഗത്തിൻ്റെ വിനാശം മുന്നിൽ നിൽക്കുന്നു. ഇപ്പോൾ സദോ പ്രധാനം ആകേണ്ടതുണ്ട്. ബാബു പറഞ്ഞിട്ടുണ്ട്, ബുദ്ധിയോഗം എന്നോട് ചേർക്കൂ, എങ്കിൽ സദോ പ്രധാനമായി മാറും. പവിത്ര ലോകത്തിൽ വരും. പാർട്ടാണെങ്കിൽ തീർച്ചയായും അഭിനയിക്കുക തന്നെ വേണം. കഴിഞ്ഞ കൽപ്പത്തിൽ പാർട്ട് അഭിനയിച്ചു കഴിഞ്ഞതുപോലെ ഡ്രാമയിൽ. ഭാരതവാസികൾ തന്നെയാണ് രാജ്യം ഭരിച്ചിരുന്നത്. പിന്നെ അഭിവൃദ്ധി പ്രാപിച്ചു. വൃക്ഷം അഭിവൃദ്ധി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. ഭാരതവാസികൾ ദേവീ ദേവതാ ധർമ്മത്തിലുള്ളവരാണ്. എന്നാൽ പാവനം അല്ലാത്തത് കാരണം ആ പാവന ദേവതന്മാരെ പൂജിക്കുന്നു. ക്രിസ്ത്യൻസ് ക്രൈസ്റ്റിനെ പൂജിക്കുന്നത് പോലെ. ആദ്യ സനാതന ദേവീ ദേവതാ ധർമ്മം സത്യയുഗത്തിലാണ്. സത്യയുഗത്തിൻ്റെ സ്ഥാപന ചെയ്യുന്നവൻ ബാബയാണ്. തീർച്ചയായും സത്യയുഗത്തിൽ ഈ ദേവതമാരുടെ രാജ്യമുണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായും ഒരു ജന്മം മുമ്പ് ഇവർ പുരുഷാർത്ഥം ചെയ്തിട്ടുണ്ടാകും. തീർച്ചയായും അത് സംഗമത്തിൽ തന്നെ ആയിരിക്കും. അതിൽ പഴയ ലോകം മാറി പുതിയ ലോകം ഉണ്ടാകുന്നു. കലിയുഗം മാറി സത്യയുഗം വരേണ്ടതുണ്ട്. അപ്പോൾ കലിയുഗത്തിൽ പതീതരായിരിക്കും. ബാബു മനസ്സിലാക്കിച്ചു തന്നു, ഈ ലക്ഷ്മി നാരായണൻ്റെ ചിത്രം ഉണ്ടാക്കുമ്പോൾ, ലിറ്ററേച്ചർ അച്ചടിക്കുമ്പോൾ അതിൽ എഴുതണം,
ഇവർ ഈ സഹജ രാജയോഗത്തിൻ്റെ ജ്ഞാനത്തിലൂടെ കഴിഞ്ഞ ജന്മത്തിൽ ഈ പുരുഷാർത്ഥം ചെയ്തു. രാജാവും റാണിയും മാത്രമല്ല ഉണ്ടായിരിക്കുക, പ്രജയും ഉണ്ടാകുമല്ലോ. അജ്ഞാനത്തിലാണെങ്കിൽ മനുഷ്യർ ഒന്നും അറിയുന്നില്ല, കേവലം പൂജ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, അവർ പൂജ ചെയ്യുമ്പോൾ കേവലം ലക്ഷ്മി നാരായണനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു, ജ്ഞാനം ഒന്നുമില്ല. ഭക്തി കൂടാതെ ഭഗവാനെ ലഭിക്കുകയില്ല എന്ന് ലോകർ മനസ്സിലാക്കുന്നു. നിങ്ങൾ ആരോടെങ്കിലും പറയുകയാണ് ഭഗവാൻ വന്നിരിക്കുന്നു എങ്കിൽ നിങ്ങളുടെ മേൽ അവർ കളിയാക്കി ചിരിക്കുന്നു. ഭഗവാൻ വരുന്നത് കലിയുഗത്തിൻ്റെ അന്തിമത്തിലാണ്. ഇപ്പോൾ എങ്ങനെ വരും? കലിയുഗത്തിൻ്റെ അന്തിമത്തിൽ എന്നെന്തുകൊണ്ട് പറയുന്നു? ഇത് മനസ്സിലാക്കുന്നില്ല. അവരാണെങ്കിൽ കൃഷ്ണനെ ദ്വാപരയിൽ കൊണ്ടുപോയി. മനുഷ്യർക്ക് എന്ത് തോന്നുന്നുവോ അത് പറയുന്നു, ഒന്നും മനസ്സിലാക്കാതെ. അതിനാൽ ബാബ പറയുന്നു, നിങ്ങൾ തീർത്തും അവിവേകി ആയിരിക്കുന്നു. ബാബയെ സർവവ്യാപി എന്ന് പറയുന്നു. ഭക്തി പുറമേ നിന്നും വളരെ സുന്ദരമായി കാണപ്പെടുന്നു. ഭക്തിയുടെ തിളക്കം എത്രയാണുള്ളത്? നിങ്ങളുടെ അടുക്കലാണെങ്കിൽ യാതൊന്നുമില്ല. മറ്റെവിടെയുമുള്ള സത്സംഗത്തിൽ പോവുകയാണെങ്കിൽ ശബ്ദം തീർച്ചയായും ഉണ്ടാകും, ഗീതം പാടും. ഇവിടെയാണെങ്കിൽ ബാബ റെക്കോർഡ് പോലും ഇഷ്ടപ്പെടുന്നില്ല. മുന്നോട്ട് പോകുമ്പോൾ ഒരു പക്ഷേ ഇതും നിലച്ചേക്കാം. ബാബ പറയുന്നു, ഈ ഗീതങ്ങളുടെയും മറ്റുമെല്ലാം സാരം നിങ്ങൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു. നിങ്ങൾ അർത്ഥം അറിയുന്നു. ഇത് പഠനമാണ്. കുട്ടികൾക്കറിയാം നമ്മൾ രാജയോഗം പഠിച്ചുകൊണ്ടിരിക്കുന്നു. അഥവാ പഠിക്കുന്നത് കുറവാണെങ്കിൽ പ്രജയിലേക്ക് പോകും. അതിനാൽ ആരാണോ വളരെ സമർത്ഥരായവർ അവരെ ഫോളോ ചെയ്യണം. കാരണം അവർക്ക് പഠനത്തിൽ അറ്റൻഷൻ കൂടുതലുണ്ട്. അപ്പോൾ അതിലൂടെ നേട്ടമുണ്ടാകും. ആരാണോ നന്നായി മനസ്സിലാക്കിച്ചു കൊടുക്കുന്നവർ അവരിൽ നിന്നും പഠിക്കേണ്ടതാണ്. ആര് നല്ല രീതിയിൽ മനസ്സിലാക്കിക്കുന്നോ അവരെ സെൻറ്റേഴ്സിൽ ഓർമ്മിക്കുന്നല്ലോ. ബ്രഹ്മകുമാരി ഇരിക്കുന്നുണ്ട്, എന്നിട്ടും ഇന്നയാൾ വന്നെങ്കിൽ എന്ന് പറയുന്നു. ഇയാൾ വളരെ സമർത്ഥനാണ് എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെയുള്ളവർക്ക് പിന്നെ ആദരവും നൽകേണ്ടി വരും. മുതിർന്നവർക്ക് റിഗാർഡും ഇങ്ങനെ വെക്കേണ്ടതുണ്ട്. ഈ ജ്ഞാനത്തിൽ നമ്മളെക്കാൾ തീവ്രമാണ്. തീർച്ചയായും ഇവർക്ക് ഉയർന്ന പദവി ലഭിക്കും. ഇതിൽ അഹങ്കാരം വരാൻ പാടില്ല. മുതിർന്നവർക്ക് വളരെയധികം പ്രൗഢി ഉണ്ടായിരിക്കും. പ്രസിഡന്റിന് തീർച്ചയായും കൂടുതൽ പ്രൗഢി ഉണ്ടായിരിക്കും. ഓരോരുത്തർക്കും നമ്പർ വൈസായി പ്രൗഢി ഉണ്ടായിരിക്കുന്നു. അന്യോന്യം റിഗാർഡ് വയ്ക്കുമല്ലോ. ബാരിസ്റ്ററും നമ്പർ വൈസാണ്. വലിയ കേസ് വളരെ സമർത്ഥനായ വക്കീലാണ് എടുക്കുന്നത്. ചിലരാണെങ്കിൽ ലക്ഷക്കണക്കിന് രൂപയുടെ കേസ് എടുക്കുന്നു. തീർച്ചയായും നമ്പർ വൈസാണ്. നമ്മളെക്കാൾ സമർത്ഥരാണെങ്കിൽ റിഗാർഡ് വയ്ക്കേണ്ടതാണ്. സെൻറ്റർ സംരക്ഷിക്കേണ്ടതുണ്ട്. എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടതുണ്ട്. ബാബയ്ക്ക് മുഴുവൻ ദിവസവും ചിന്ത ഉണ്ടായിരിക്കുമല്ലോ. പ്രദർശിനി എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത്? പൂർണ്ണ അറ്റൻഷൻ കൊടുക്കേണ്ടതുണ്ട്. നമ്മൾ തമോ പ്രധാനത്തിൽ നിന്നും എങ്ങനെ സദോ പ്രധാനമാകും? ബാബ വന്നിരിക്കുന്നത് തന്നെ സദോ പ്രധാനം ആക്കുവാനാണ്. പതീത പാവനൻ ബാബ തന്നെയാണ്. ഇവിടെ പിന്നെ പറയുന്നു, പതീത പാവനി ഗംഗയാണ്. ജന്മജന്മാന്തരങ്ങളായി അതിൽ സ്നാനം ചെയ്തു വന്നു. പാവനം ആരും തന്നെ ആയില്ല. ഇതെല്ലാം ഭക്തിയാണ്. ഹേ പതീത പാവന വരൂ എന്ന് പറയുന്നുണ്ട്. ആ ഒന്ന് തീർച്ചയായും സംഗമത്തിൽ വരും. ഒരേ ഒരു തവണയാണ് വരുന്നത്. ഓരോരുത്തർക്കും തങ്ങളുടേതായ ആചാര രീതികളുണ്ട്. നേപ്പാളിൽ അഷ്ടമിക്ക് ബലിയർപ്പിക്കുന്നു. ചെറിയ കുട്ടിയുടെ കയ്യിൽ തോക്ക് കൊടുത്ത് വെടിവെപ്പിക്കുന്നു. കുട്ടിയും ബലിയർപ്പിക്കും. മുതിർന്നവരാണെങ്കിൽ ഒറ്റവെട്ടിന് കന്നുകുട്ടിയുടെ കഴുത്തറുക്കുന്നു. ആരെങ്കിലും ബലം പ്രയോഗിച്ചാണ് കൊന്നതെങ്കിൽ
ഒറ്റവെട്ടിന് മരിച്ചില്ലെങ്കിൽ ബലിയായില്ല, അത് ദേവിക്ക് അർപ്പിക്കില്ല. ഇതെല്ലാം ഭക്തിമാർഗമാണ്. ഓരോരുത്തർക്കും അവരവരുടേതായ കൽപ്പനയാണ്. കൽപ്പനയനുസരിച്ച് ഫോളോവേഴ്സും ഉണ്ടാകുന്നു. ഇവിടെ പിന്നെ ഇത് പുതിയ കാര്യങ്ങളാണ്. ഇതിനെ കുട്ടികൾക്ക് മാത്രമേ അറിയാൻ സാധിക്കൂ. ഒരേ ഒരു ബാബയിരുന്ന് സൃഷ്ടിയുടെ ആദിമധ്യ അന്ത്യത്തിൻ്റെ ജ്ഞാനം കേൾപ്പിക്കുന്നു. നിങ്ങൾ സന്തോഷമായിരിക്കുന്നു. നമ്മൾ സ്വദർശന ചക്രധാരിയാണ്. മറ്റാർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. നിങ്ങളെ ഞാൻ സഭയിൽ സർവോത്തമ ബ്രാഹ്മണ കുലഭൂഷണർ സ്വദർശന ചക്രധാരി എന്ന് പറയുകയാണെങ്കിൽ ഇതിൻ്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കും. പുതിയതായി ആരെങ്കിലും ഉണ്ടായിരിക്കുന്നു എങ്കിൽ കുഴങ്ങിപ്പോകും. ഇതെന്താണ് പറഞ്ഞത്? സ്വദർശന ചക്രധാരി വിഷ്ണുവാണ്. ഇത് പുതിയ കാര്യമാണല്ലോ. അതിനാൽ നിങ്ങളെക്കുറിച്ച് പറയുന്നു. പുറത്ത് മൈതാനത്തിലേക്ക് വരൂ, അപ്പോൾ അറിയാൻ കഴിയും. നിങ്ങളുടേത് ജ്ഞാനമാർഗമാണ്. നിങ്ങൾ 5 വികാരങ്ങളെ ജയിക്കുന്നു. ഈ അസുരന്മാരോട്, അതായത് 5 വികാരങ്ങളോടാണ് നിങ്ങളുടെ യുദ്ധം. പിന്നെ നിങ്ങൾ ദേവതയാകുന്നു. മറ്റൊരു യുദ്ധത്തിൻ്റെയും കാര്യമില്ല. എവിടെ അസുരനുണ്ടോ അവിടെ ദേവതമാർ ഉണ്ടായിരിക്കില്ല. നിങ്ങൾ ബ്രാഹ്മണരാണ്, ദേവതയാകുന്നവർ. അവർ പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കും. രുദ്രജ്ഞാന യജ്ഞത്തിൽ ബ്രാഹ്മണർ തീർച്ചയായും വേണം. ബ്രാഹ്മണരില്ലാതെ യജ്ഞം ഉണ്ടായിരിക്കുന്നില്ല. രുദ്രനാണ് ശിവൻ. പിന്നെ കൃഷ്ണന്റെ നാമം എവിടെ നിന്നും വന്നു? നിങ്ങൾ ലോകത്ത് നിന്നും തീർത്തും വേറിട്ടവരാണ്. നിങ്ങൾ എത്ര കുറച്ചുപേരാണ്. പക്ഷികൾ സാഗരത്തെ വിഴുങ്ങി. ശാസ്ത്രങ്ങളിൽ കള്ളക്കഥകൾ എത്രയാണുള്ളത്? ബാബു പറയുന്നു, ഇപ്പോൾ അതെല്ലാം മറന്ന് എന്നെ മാത്രം ഓർമ്മിക്കൂ. ആത്മാവ് തന്നെയാണ് ബാബയെ ഓർമ്മിക്കുന്നത്. ബാബയാണെങ്കിൽ ഒന്നാണല്ലോ. ഹേ പരമാത്മാ അഥവാ പ്രഭു എന്ന് പറയുന്നു. അപ്പോൾ ആ സമയം ലിംഗവും ഓർമ്മ വരുന്നില്ല. കേവലം ഈശ്വരൻ അഥവാ പ്രഭു എന്ന് പറയുന്നു. ആത്മാവിന് ബാബയിൽ നിന്നും പകുതി കൽപ്പത്തേക്കുള്ള സുഖം ലഭിച്ചിരിക്കുന്നു. അപ്പോൾ പിന്നെ ഭക്തിമാർഗത്തിൽ ഓർമ്മിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ജ്ഞാനം ലഭിച്ചിരിക്കുന്നു. ആത്മാവ് എന്താണ്? പരമാത്മാവ് എന്താണ്? നമ്മളെല്ലാ ആത്മാക്കളും മൂലവതനത്തിൽ വസിക്കുന്നവരാണ്. അവിടെ നിന്നും നമ്പർ വൈസായി പാർട്ട് അഭിനയിക്കാൻ വരുന്നു. ആദ്യം വരുന്നത് ദേവി ദേവന്മാരാണ്. ക്രൈസ്റ്റിന് മുമ്പ് ദേവി ദേവതാ ധർമ്മമുണ്ടായിരുന്നു എന്ന് പറയുന്നു. 5000 വർഷത്തിൻ്റെ കാര്യമാണ്. അവർ പറയുന്നു 50,000 വർഷം പഴക്കമുള്ള വസ്തുവാണിത് എന്ന്. എന്നാൽ 50,000 വർഷം പഴക്കമുള്ള വസ്തു ഉണ്ടാവുക സാധ്യമല്ല. ഡ്രാമ തന്നെ 5000 വർഷത്തിൻ്റെതാണ്. മുഖ്യധർമ്മം തന്നെ ഇതാണ്. ഈ ധർമ്മത്തിലുള്ളവരുടെ തന്നെ കെട്ടിടവും മറ്റുമുണ്ടായിരിക്കും. ആദ്യം രജോ ഗുണി ബുദ്ധിയായിരുന്നു. ഇപ്പോഴാണെങ്കിൽ പിന്നെയും തമോ ഗുണി ബുദ്ധിയുള്ളവരാണ്. പ്രദർശിനിയിൽ എത്ര മനസ്സിലാക്കിക്കുന്നു? ആർക്കും മനസ്സിലാകുന്നില്ല. ബ്രാഹ്മണരുടെ തന്നെ തൈ നടേണ്ടതുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തന്നു കഴിഞ്ഞു. ജ്ഞാനം വേറെ വസ്തുവാണ്, ഭക്തി വേറെ വസ്തുവാണ്. ജ്ഞാനത്തിലൂടെ സദ്ഗതി ഉണ്ടാകുന്നു. അതിനാൽ പറയുകയും ചെയ്യുന്നു, ഹേ പതീത പാവന വരൂ, ദുഃഖത്തിൽ നിന്നും ലിബറേറ്റ് ചെയ്യൂ. പിന്നെ ഗൈഡായി കൂടെ കൊണ്ടുപോകും. ബാബ വന്ന് ആത്മാക്കളെ കൊണ്ടുപോകുന്നു. ശരീരം എല്ലാം ഇല്ലാതാകും. വിനാശം ഉണ്ടാകുമല്ലോ. ശാസ്ത്രങ്ങളിൽ ഒരേ ഒരു മഹാഭാരത യുദ്ധം പാടപ്പെട്ടിട്ടുണ്ട്. ഇത് അതേ മഹാഭാരത യുദ്ധമാണ് എന്ന് പറയുകയും ചെയ്യുന്നു. അത് നടക്കുക തന്നെ വേണം. സർവർക്കും ബാബയുടെ പരിചയം നൽകിക്കൊണ്ടിരിക്കൂ. തമോ പ്രധാനത്തിൽ നിന്നും സദോ പ്രധാനമാകാനുള്ള ഉപായം ഒന്ന് തന്നെയാണ്. ബാബ പറയുന്നു, എന്നെ മാത്രം ഓർമ്മിക്കൂ, എങ്കിൽ വികർമ്മം വിനാശമാകും. ആത്മാവ് എന്നോടൊപ്പം പോവുകയും ചെയ്യും. സർവർക്കും സന്ദേശം നൽകിക്കൊണ്ടിരിക്കൂ. അപ്പോൾ വളരെ പേരുടെ മംഗളമുണ്ടാകും. ശരി, മധുരമധുരമായ സിഖില്ലതെ കുട്ടികൾക്ക്
മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം. ആരാണോ പഠനത്തിൽ സമർത്ഥരായവർ, നന്നായി മനസ്സിലാക്കിച്ചു കൊടുക്കുന്നവർ, അവരുടെ കൂട്ടുകൂടണം. അവർക്ക് ബഹുമാനം നൽകണം. ഒരിക്കലും അഹങ്കാരത്തിൽ വരാൻ പാടില്ല. ജ്ഞാനത്തിൻ്റെ പുതിയ പുതിയ കാര്യങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കണം, മനസ്സിലാക്കിച്ചു കൊടുക്കണം. നമ്മൾ സ്വദർശന ചക്രധാരിയാണ് എന്ന സന്തോഷത്തിലിരിക്കണം. വരദാനം. ഒരു ബാബയുടെ ഓർമ്മയിൽ സദാ മഗ്നമായിരുന്ന് ഏകരസ അവസ്ഥ ഉണ്ടാക്കുന്ന സാക്ഷി ദൃഷ്ടാവായി ഭവിക്കട്ടെ. ഇപ്പോൾ സങ്കല്പത്തിലോ സ്വപ്നത്തിലോ പോലും ഇല്ലാതിരുന്ന പേപ്പർ വരാൻ പോകുന്നു. എന്നാൽ പരിധിയുള്ള ഡ്രാമയെ സാക്ഷിയായി കാണാറുള്ളത് പോലെയുള്ള ഒരു പ്രാക്ടീസ് താങ്കൾക്കുണ്ടായിരിക്കേണ്ടതാണ്. പിന്നെ വേദനയുടേതാകട്ടെ അല്ലെങ്കിൽ തമാശയുടേതാകട്ടെ വ്യത്യാസം വരികയില്ല. അതേപോലെ ആരുടെയെങ്കിലും രമണീക പാർട്ടായാലും സ്നേഹി ആത്മാവിൻ്റെ ഗംഭീര പാർട്ടായാലും ഓരോ പാർട്ടും സാക്ഷി ദൃഷ്ടാവായി നോക്കൂ. ഏകരസ അവസ്ഥ ഉണ്ടായിരിക്കണം. എന്നാൽ ഇങ്ങനെയുള്ള അവസ്ഥ ഉണ്ടായിരിക്കുന്നത് സദാ ഒരു ബാബയുടെ ഓർമ്മയിൽ മഗ്നമാകുമ്പോഴാണ്. സ്ലോഗൻ. ദൃഢനിശ്ചയത്തിലൂടെ തൻ്റെ ഭാഗ്യത്തെ നിശ്ചിതമാക്കൂ. അപ്പോൾ സദാ നിശ്ചിന്തമായിരിക്കും. മനസ്സ സേവനത്തിൻ്റെ അഭ്യാസം. പരമധാമത്തിൽ സർവശക്തിവാനായ ബാബയുടെ സമീപത്ത് സ്ഥിതി ചെയ്യുമ്പോൾ എൻ്റെ സ്ഥിതി ശക്തിശാലിയാകും. ഞാൻ മാസ്റ്റർ സർവശക്തിവാനാണ്. പരമധാമത്തിൽ ഈ ഉയർന്ന സ്ഥിതിയിലിരുന്ന് വിശ്വത്തിലേക്ക് ലൈറ്റും മൈറ്റും വ്യാപിപ്പിക്കുകയാണ്. പല പല സമസ്യകളുടെ ബന്ധനത്തിൽ, അവയുടെ വിഘ്നങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ആത്മാക്കളെ എനിക്ക് സമസ്യകളിൽ നിന്നും വിഘ്നങ്ങളിൽ നിന്നും മോചിപ്പിക്കേണ്ടതുണ്ട്. ആ ആത്മാക്കൾക്ക് സഹയോഗം നൽകുന്നതിനു വേണ്ടി ഞാൻ എൻ്റെ അന്തർവാഹക ശരീരത്തിലൂടെ വിശ്വത്തിലേക്ക് സഞ്ചരിക്കുകയാണ്. എന്നിൽ നിന്നും പ്രവഹിക്കുന്ന ഈശ്വരീയ ശക്തി ആ ആത്മാക്കളെ പതിക്കട്ടെ. അവരുടെ സമസ്യകൾ പരിഹരിക്കപ്പെടട്ടെ. ഈ ശുഭഭാവനയോടെ, ശുഭകാമനയോടെ
ശുദ്ധ വൈബ്രേഷൻ അവരിലെ വ്യർത്ഥവും ദുർബലവുമായ സങ്കല്പങ്ങളെ പരിവർത്തനപ്പെടുത്തട്ടെ. ഈ ശുദ്ധ വൈബ്രേഷൻ അവരിൽ പതിക്കുമ്പോൾ അവർക്ക് ശ്രേഷ്ഠ ആത്മാവാകണമെന്നുള്ള ഒരു അലൗകിക പ്രേരണ അവരുടെ ഉള്ളിൽ നിന്നും ഉണർന്നു വരികയാണ്. ഈ അലൗകിക ഈശ്വരീയ ശക്തി ആ ആത്മാക്കളിൽ നിറയുമ്പോൾ അവർ പ്രസന്ന ചിത്തരായി മാറും.